സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താതെ ആരോഗ്യവകുപ്പ് 2016 മുതൽ മെഡിക്കൽ നഴ്സിംഗ് ദന്തൽ കോളേജുകളിലായി നാമമാത്രമായ തസ്തികകൾ മാത്രമാണ് ഇതുവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്നതിൽ ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഡോക്ടർ നിയമിക്കുന്നില്ലെന്നാണ് പരാതി. ക്രമാതീതമായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് തന്നെ തുറന്നു സമ്മതിക്കുന്നുണ്ട്. 2016 മുതൽ മെഡിക്കൽ നഴ്സിംഗ് ദന്തൽ കോളേജുകളിലായി നാമമാത്രമായ തസ്തികകൾ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നതിന് പകരം ആശുപത്രി വികസന സമിതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയും കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. മെഡിക്കൽ കോളേജുകളിൽ ജൂനിയർ റെസിഡന്റുമാർ, സീനിയർ റെസിഡന്റുമാർ എന്നിവരെ നിയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നത്. വിവിധ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ ഡോക്ടർമാരില്ലാതെ ചികിത്സ വൈകുന്നുവെന്ന വ്യാപക പരാതികൾ അടുത്തിടെ ഉയർന്നിരുന്നു. മിക്ക മെഡിക്കൽ കോളേജുകളിലും ഡോക്ടർമാർ കൂടുതൽ സമയം ജോലിക്ക് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ രോഗികളുടെ എണ്ണം ഉയരുന്നതിന് ആനുപാതികമായി ഡോക്ടർമാരുടെ ഒഴിവും നികത്തണമെന്നാണ് ഉയർന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം.